ഹലോ നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ സുചേട്ടൻ മരിച്ചതിൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രയാണ്. ചിന്നുവാണ് തന്നത്. അതെൻ്റെ പെർഫ്യൂം, ഏട്ടൻ്റെ പെർഫ്യൂം. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ കമൻറ്റിൽ കാണാം അത് അടിച്ചു തീർത്തോ, അതെന്താണ്, അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ വിയർപ്പ്, ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ്. അത് നമ്മൾ അടിച്ചു ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരത്തില്ല, വിയർപ്പൊക്കെ ആയിട്ട് അതേ മണം തന്നെ സെയിമാണ് സൂചേട്ടൻ. ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞു ഈ അമ്മയുടെ വീട്. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രേണുസുതി ഈ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, വിയർപ്പ് നാറ്റമാണ് ആ സ്പ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയല്ല, അതിൻ്റെ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്ന സമയത്ത് പല ഇതും കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ ഒരു ഇത് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അത് വിയർപ്പ് സ്മെല്ല് ആ ഒരു രീതിയിലല്ല പറഞ്ഞത്, അതിന് മണം അങ്ങനെയാണ്, സുധിച്ചേട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ്, അത് ആ ഒരു മണമാണ് അതിന് വരുന്നെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ശൈലിയോടുകൂടിയും വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, രേണുസുതിയെ വെച്ച് പലരും പല വിധേനയും പല ഇതും വെച്ച് മുതലാക്കുകയാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീട് ചെയ്തതിൽ 1-2 പേരൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയെ ഇത് പറഞ്ഞിട്ട്, നിനക്ക് വേറെ പണിയില്ല, നിനക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേറെ പല ഇതുമുണ്ട്. പക്ഷേ കാണുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക എന്നതാണ് എന്താണ് റിയാക്ട് ചെയ്യുന്നവരുടെ ഇത്. അതുകൊണ്ടാണ് ഞാനും ആ കാര്യങ്ങൾ പറഞ്ഞത്, അല്ലാതെ ആരും ആരുടെ കയ്യിൽ നിന്നും എടുത്ത് പറയുകയല്ല. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ രേണുവിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ സുധിയുടെ മകനെ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ആ മകൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, അവനക്ക് തന്നെ ചിരി അടക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് അമ്മോൻ മറുപടി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകാം അമ്മയുടെ വീഡിയോ കുറച്ച് അവൻ അന്നാണ് തോന്നുന്നത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് കാണുന്നതാണ് പറഞ്ഞത്. അവർ കാണിച്ചു കൊടുത്തിട്ടാണ് കാണുന്നത്. അത് കണ്ടിട്ട് അവനക്ക് തന്നെ ചിരി അടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കും, ഇതൊക്കെ കാണുന്ന നമ്മളുടെയൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കും. അവനക്ക് തന്നെ അവൻ്റെ അമ്മയുടെ ഇത് കാണുമ്പോൾ ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് അത് അങ്ങനെ തന്നെയല്ലേ, അതിന് എന്താ നമ്മളെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരെയോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നോ? കഴിച്ചു കഴിഞ്ഞപ്പം അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. അമ്മയ്ക്ക് അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അച്ഛനുള്ളതിൻ്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മയുടെ ഇഷ്ടം. അപ്പം അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലാണ്ട് ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങ് പോകും. അമ്മ ഇപ്പോൾ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കൊച്ചുവിൻ്റെ എഡ്യൂക്കേഷൻ ഫീസ് ആണെങ്കിലും ഒരു ഹെൽപ്പ് ആവുന്ന അമ്മയുടെ വരുമാനമാണോ? അങ്ങനെയൊക്കെ അയച്ചുതരാം. അപ്പോൾ അമ്മ പോക്കറ്റ് മണിയായിട്ടൊക്കെ ക്യാഷ് അയച്ചു തരാറ്? അപ്പോൾ തന്നെ ഇട്ടുതരാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല എന്തിനാ അങ്ങനെ ചോദിക്കത്തില്ല, അറിയാം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ആയിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വീഡിയോ കണ്ട് ജസ്റ്റ്. അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേട്ടനായിട്ടുള്ള വീഡിയോസ് വന്നതിന് ശേഷം രണ്ടുപേരെയും ചേർത്ത് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും അതിനെതിരെ സൈബർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അഭിനയിക്കുന്നില്ല. അപ്പം ബാക്കിയുള്ളവരാണല്ലോ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. കേസ് കൊടുത്തൊന്നുമില്ലൊരു കാര്യം, അങ്ങനെ പൊട്ടും. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ. അയ്യോ, അമ്മയുടെ വീഡിയോ. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്.
വീട് വെച്ചിരിക്കുന്നത് രേണു ചേച്ചിയുടെ പേരിലാണ്. അത് കാരണം കിച്ചുവിനെ ഇറക്കി വിട്ടു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അച്ഛനുണ്ടായിരുന്ന ചിലപ്പോ അതുപോലെ രേണു ചേച്ചി കേസ് കാണാൻ എലിയനെ പോലെയാണ്. അമ്മയുടെ വീഡിയോയുടെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ അവനക്ക് ചിരിയെ വരുന്നത്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം ആ മോന് ആ വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ആ മോന് ഇതുണ്ട് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഈ കാണുന്ന നമുക്ക് തന്നെ ഇവരുടെ ഓരോ കോപ്രായം കാണുമ്പോൾ നമുക്ക് ഇതാവാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മോൻ്റെ സ്ഥിതി ഒന്ന് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് അവസ്ഥ. അതാണ് രേണു സുധിയെ വിലയിരുത്തിയിരിക്കുന്നത്. എല്ലാ ആളുകളും വിലയിരുത്തുന്നത്. സ്വന്തം മോൻ പോലും ആ ഒരു സ്വന്തം പോലല്ല ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരെ കാണുന്നത്. വീഡിയോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവനക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. എന്താ പറയുക. അപ്പം അവൻ്റെ റിപ്ലൈ അഭിനയത്തിനെ കുറിച്ചും അതുപോലെ ഇത് വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് അവൻ ഇങ്ങനെയുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം രേണു സുധിയുടെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇത് കാണുമ്പോൾ ആ മോൻ്റെ ചിരി കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പോക്കറ്റ് മണിയും പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ട് വേണം നിൽക്കാൻ. അപ്പോൾ അത്രയും മോശം രീതിയിലാണ് ആ പുള്ളിക്കാരുടെ ഓരോ ഓരോ അഭിനയവും കാര്യങ്ങളും ഒക്കെ. നമുക്ക് തന്നെ അത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഇതാണ് കാണുന്നത്. അതൊരു അഭിനയമായിട്ടല്ല തോന്നുന്നത്. എന്താ പറയുക, അതിൽ ഓരോ കമൻസുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ കുറച്ച് കമൻസുകൾ വായിച്ചു തരാം. എന്തായാലും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസുകളാണ് അപ്പോൾ വരുന്നത്. എന്താ പറയുക, ആർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമൻസുകളാണ് രേണുവിന് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കമൻസൊക്കെ അങ്ങനെ എങ്ങനെ കഴിയുന്നത്? അവൾ പറയുന്നത് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, എനിക്ക് അതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ആ സ്പ്രേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ രേണു പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ട് നോക്കൂ. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ സുചേട്ടൻ മരിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രയാണ്. ചിന്നുവാണ് തന്നത്. അതെൻ്റെ പെർഫ്യൂം, ഏട്ടൻ്റെ പെർഫ്യൂം. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ കമൻറ്റിൽ കാണാം അത് അടിച്ചു തീർത്തോ, അതെന്താണ്, അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ്. അത് നമ്മൾ അടിച്ചുകൊണ്ട് നടക്കത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചുകൊണ്ട് നടക്കാനുള്ള സ്പ്രേ അല്ല, അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല, മണക്കത്തേ ഉള്ളൂ. ഞങ്ങൾ സുചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ്. അതുപോലെ സുചേട്ടൻ്റെ തലയിൽ നിന്നിട്ട ഡ്രസ്സ് ഇന്ന് വരെ ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ ഞാൻ എത്രത്തോളം ആ വിയർപ്പിൻ്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയുക മെമ്മറബിളായിട്ട് വെക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അല്ലാതെ നാട്ടമാണെന്ന് പറഞ്ഞതല്ല. എൻ്റെ ലൈഫിൽ ലക്ഷ്മി തന്ന ആ ഗിഫ്റ്റ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെ. അല്ല, പുള്ളിക്കാരിക്ക് നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കളിയാക്കുന്ന രീതിയിൽ വലിയ അഹങ്കാരത്തോടുകൂടി വലിയ ഇതായിട്ടാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം നല്ലതായി സ്പ്രേ അങ്ങോട്ട് അതായി മെമ്മറബിളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇതാണെന്നുള്ളൊരിത് നേരത്തെ ഇങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് തരാം. അതൊന്നും കൂടെ ഒന്ന് കേട്ട് നോക്കൂട്ടെ. നേരത്തെ പറഞ്ഞ ആ ഒരു ഇതല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പം അങ്ങ് ഭയങ്കര എളിമ, അത്രയും നെഗറ്റീവ് കമൻസാണ് പുള്ളിക്കാരിക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി ഭയങ്കരമായിട്ട് ഇതായിട്ട് മാറിയിരിക്കണം. എന്തായാലും നേരത്തെ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് തരാം. ഒന്ന് കണ്ടു നോക്കൂ. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണമെന്ന് അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്. അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ്. അതുണ്ട്. ഇതൊക്കെ മണത്ത് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ആ ഒരു സ്പ്രേ മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഓടും. അപ്പോൾ ആ പറയുന്നൊരു ടോണാണ് ഇത് വരുന്നത്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു രീതിയിൽ പറയുന്ന സമയത്ത് അത് പലരും പല നെഗറ്റീവിലാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ പ്രശ്നം വന്നത്. അല്ലാതെ ആരും ഇതായിട്ട് പറയുമല്ല. ആ പറയുന്ന രീതിയും പറയുന്ന ആ ഒരു ടോണൊക്കെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ വിഷയമൊന്നും രേണുവിന് വരുന്നില്ല. അപ്പോൾ ആ അഹങ്കാരത്തോടു കൂടി ഞാൻ എന്തൊക്കെയായി എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ ആ ഒരു രീതിയിലെ ആളുകൾ അത് എടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ആളുകൾ എടുത്ത് പ്രതികരിക്കുന്നതും ആളുകൾ അത് ചോദ്യം ചെയ്തതും ഇത്രയധികം നെഗറ്റീവ് കമൻസായിട്ട് വരുന്നതും. അല്ലാതെ രേണു സുധിയെ പേഴ്സണലി ആർക്കും ദേഷ്യമോ അവളോട് വെറുപ്പോ ഒന്നുമില്ല. പുള്ളിക്കാരി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ സുധി മരിച്ച സമയത്ത് എല്ലാവരും ഇരു കൈകളും ഏറ്റ് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. സുധിയെ പോലെ തന്നെ സ്നേഹിച്ചതാണ് രേണുവിനെയും. അപ്പം
ഇപ്പം ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളും ഇങ്ങനെയുള്ള അതൊക്കെ കൊണ്ടാണ് പുള്ളിക്കാരി ആരും ഇഷ്ടപ്പെടാത്തത്. പുള്ളിക്കാരിയുടെ രീതിയും പറച്ചിലൊക്കെ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയുള്ള ആ ഒരു പറച്ചിലാണ്. അതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. അല്ലാതെ പുള്ളിക്കാരി ആർക്കും ഇഷ്ടമല്ലാതൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ രീതിയാണ് എല്ലാവർക്കും വെറുപ്പ്. അപ്പം ആ ഒരു ഇതാണ് എന്താണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരിക്കലും ആരും എന്തെങ്കിലുമൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. എന്താ ഉള്ളത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ ഇന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ നാളെ ആവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്നത്തേനേക്കാളും നമ്മൾ കുറച്ച് വലുതായെന്ന് പറഞ്ഞിട്ട് കുറേ അഹങ്കാരത്തോടു കൂടി മറ്റുള്ളവരെ പുച്ഛിച്ച് മറ്റുള്ളവരെ ഇതാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അപ്പോഴേക്ക് നാറ്റുമായി മാറി. അത് ആ നാറ്റം നിങ്ങൾ കണ്ട നിങ്ങൾ ഓടും. ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതെല്ലാവരും നെഗറ്റീവായിട്ട് തന്നെ എടുക്കുള്ളൂ. പഴയ വീഡിയോകളൊക്കെ ഇപ്പോഴും ആളുകൾക്ക് ഓർമ്മയുണ്ട്. പഴയ രേണു എന്തൊക്കെയാണോ അന്ന് ശ്രുതി മരിച്ച സമയത്ത് പറഞ്ഞത് അതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആരും അത് മറക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ തപ്പിപ്പിടിച്ച് ആ ഒരു വീഡിയോകളൊക്കെ എടുത്ത് ആളുകളത് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ രേണു പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് പറയാം. മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്ന സമയത്ത് സൂക്ഷിച്ച് പറയാം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും